Hello everyone, Psychology Diaries ലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് 45 വയസ്സുകാരനായ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ കഥയാണ്. ഓൺലൈൻ കൗൺസിലിങ്ങിലാണ് എനിക്ക് ഇയാളെ കിട്ടിയത്. ഒരു 5-6 വർഷം മുമ്പ് എനിക്ക് ഓൺലൈൻ കൗൺസിലിങ്ങിന് വന്ന ഒരു കേസാണ്. ഇയാളുടെ ഭാര്യ യൂറോപ്പിലൊരു നേഴ്സാണ്. 8 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ് യൂറോപ്പിലേക്ക് ആദ്യം ഭാര്യ പോയി. അതിനുശേഷം പിന്നെ ഫാമിലി വിസയിൽ ഇയാൾ പോവുകയായിരുന്നു. അവിടെ എത്തിയതിന് ശേഷമാണ് വൈഫ് പ്രഗ്നൻ്റ് ആയതും കുട്ടി ഉണ്ടായതും ഒക്കെ. 8 വർഷമായിട്ട് അവിടെയാണ് രണ്ടുപേരും ഉള്ളത്. സാധാരണ ഒരു മലയാളിയുടെ പോലെ തന്നെ ഇവിടെയുള്ള പ്രാരാബ്ദം കാരണമാണ് ഇവർ പുറത്തേക്ക് പോയതും പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള എല്ലാ കടങ്ങളും തീർത്ത് പൈസയൊക്കെ ഉണ്ടാക്കി നേരെ നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ഉദ്ദേശമായിട്ട് ഉള്ള ഒരു ഫാമിലിയാണ്. ഇയാളുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടു. ഇയാളുടെ ഫാമിലീനെ പറ്റിയും അവിടുത്തെ കുറേ അറ്റ്മോസ്ഫിയറിനെ പറ്റി ഇവരുടെ ഫ്രണ്ട് സർക്കിളിനെ പറ്റിയൊക്കെ ഞാൻ കേട്ടറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ആകെ ഫുൾ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ് ഇവരുടെ ഫാമിലി. എന്താണെന്ന് വെച്ചാൽ വൈഫിന് നൈറ്റ് ഡ്യൂട്ടിയാണ് എല്ലാ ദിവസവും. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലുണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ വൈഫ് ഉണ്ടാവില്ല, വൈഫ് വീട്ടിലുണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഒക്കെ മേലെ കുട്ടീനെ നോക്കാനുള്ള സ്ട്രഗിളിങ്സ്, രണ്ടുപേരും കൂടിയും കുട്ടീനെ മാനേജ് ചെയ്യാനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. വൈഫിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഇയാൾ പറഞ്ഞത് വൈഫ് ഒരു പാവാണ്, നല്ല സ്വഭാവമൊക്കെയാണ്, പക്ഷേ ചിരിച്ച് കളിക്കുന്ന അങ്ങനത്തെ കൂട്ടത്തിലൊന്നും അല്ല. ആൾ കുറച്ച് റഫാണ്, പറയാനുള്ള കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പെട്ടെന്ന് അങ്ങോട്ട് പറയും, വേറെ അങ്ങനെ ചിരി കളിയൊന്നുമില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. നാട്ടിലേക്ക് രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു ഈ 8 കൊല്ലത്തിൻ്റെ ഇടയിൽ, പക്ഷെ ഒരുമിച്ച് ഇതുവരെ വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ അയാൾ ഉറ്റക്ക് വരും, അല്ലെങ്കിൽ ഭാര്യ വന്നിട്ട് പോകും, കുട്ടീനെ ചിലപ്പോൾ ഒരാൾ നോക്കും. അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ 8 കൊല്ലം പോയിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് സെഷനിൽ തന്നെ ഒരു 45 മിനിറ്റാണ് ഞങ്ങൾ സംസാരിച്ചത്. അതിലൊരു 30 മിനിറ്റ് ആയപ്പോൾ തന്നെ അയാൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാളെ പറ്റിയും എന്നെ പറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു. അതിനുശേഷം ഇയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, മാഡം ഞാൻ കുറച്ച് ഡിപ്രസ്ഡ് ആണ്, എന്താണെന്നറിയില്ല, കുറച്ച് ഡിപ്രസ്ഡ് ആണ്. അപ്പം ഞാൻ വൈഫിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു വൈഫിന് അറിയാം ഞാനിങ്ങനെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ വൈഫിന് അറിയാം, പക്ഷേ എൻ്റെയും അവളുടെയും ടൈമിങ് ചിലപ്പം ശരിയാവില്ല, നിങ്ങൾക്ക് അങ്ങനെ ലൈഫ് ബോറിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞതൊക്കെ അവൾ തന്നെയാണ്. പക്ഷേ അവൾക്ക് ഒന്ന് ഇരുന്ന് സംസാരിക്കാനൊന്നുള്ള ടൈമില്ല, അവളെ പറഞ്ഞിട്ടും കാര്യമില്ല, അവൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായ വർക്ക് ലോഡൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അയാൾ എന്നോട് പറഞ്ഞത്. കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പിന്നീട് അടുത്ത സെഷനിൽ പറയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടുത്ത ആഴ്ച വേറൊരു സെഷൻ കൊടുത്തു അയാൾക്ക്. പിന്നെ അടുത്ത ആഴ്ചയിൽ നെക്സ്റ്റ് സെഷനിൽ വന്ന സമയത്ത് ഞാൻ അയാളുടെ സെക്ഷൽ ഹിസ്റ്ററിയൊക്കെ എടുത്തു. ഇയാളും വൈഫും തമ്മിൽ എത്രത്തോളം ഇൻറ്റിമേറ്റ് ആണ്, എത്രത്തോളം സെക്ഷൽ ലൈഫൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് സർപ്രൈസിങ് ആയ ഒരു ഫാക്റ്റ് ഞാൻ അറിഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ 2 വർഷമായിട്ട് ഇവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അങ്ങനെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പും ഇല്ലാഞ്ഞത് 2 വർഷമായിട്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒന്ന് എൻ്റെ വൈഫ് ഭയങ്കര ബിസിയാണ്, അപ്പോൾ അവളുടെ സ്ട്രെസ്ഫുൾ ജോബാണ്, എന്നെക്കാളും കൂടുതൽ പൈസ ഏൺ ചെയ്യുന്നത് അവളാണ്, അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒരുപാട് നാട്ടിൽ കുറേ കഷ്ടപ്പാടും പൈസ കടം തീർക്കാനും ഒക്കെ ഉണ്ട്, അപ്പം പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കാശുണ്ടാക്കി സേവിങ്സ് ഒക്കെ ആക്കി നാട്ടിലേക്ക് മടങ്ങണം, അപ്പം ഇതിനു വേണ്ടി സമയം കണ്ടെത്താനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്കെന്തോ അത്ര അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് അവളോട് അത് ചോദിക്കാനും മടിയാണ്. അങ്ങനെ 2 വർഷം പോയി. പിന്നെ വേറൊരു വലിയ കാര്യം എന്താ വെച്ചാൽ ഇയാൾ സെക്സ് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് പെനിസ്, ലിംഗം വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ലിംഗത്തിന് ബലക്കുറവ് കാരണം ഇയാൾക്ക് സെക്സ് ചെയ്യുന്ന സമയത്ത് മൂടാവുന്നുണ്ട്, വികാരമൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ വജൈനയിലേക്ക് പെനിസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് സെക്ഷൽ ലൈഫ് ഉണ്ടാവുന്നതിൻ്റെ ഇടയിൽ തന്നെ പെനിസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്ത അവസരം വരുമ്പോൾ പിന്നെ കുറേ ടൈം ലാഗിങ് ഒക്കെ ആകുമ്പോൾ പിന്നെ ഭാര്യ പറയും എനിക്ക് സമയമില്ല, രാവിലെ നേരത്തെ എണീക്കേണ്ടതാണ്, നമുക്ക് പിന്നെ ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ നിർത്തും. അങ്ങനെ കുറേ വട്ടം ട്രൈ ചെയ്തിട്ടും ഇൻസേർട്ട് ചെയ്യാൻ പറ്റാണ്ടായി. പിന്നെ അങ്ങനെ അവർ ട്രൈ ചെയ്യലും നിർത്തി. അങ്ങനെയാണ് സെക്ഷൽ ലൈഫ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയത് എന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പോൾ ഇയാൾക്ക് സെക്ഷൽ ലൈഫ് വേണമെന്നുണ്ട്, പക്ഷേ ഭാര്യയ്ക്ക് സമയമില്ല, ഒന്നാമത്തെ, രണ്ടാമത്തെ ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് ആരോടാ ചോദിക്കേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇയാൾ അവിടെ ഫിസിക്കൽ തെറാപ്പിയുടെയും പിന്നെ യൂറോപ്പിൽ തന്നെ ഫിസിക്കൽ തെറാപ്പിയുടെയും പിന്നെ ഹോർമോൺ തെറാപ്പിയുടെയും ഒക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവർ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, എല്ലാം കംപ്ലീറ്റ്ലി എല്ലാ ഹോർമോൺസും ഫിസിക്കൽ സ്ട്രക്ചർ, അതായത് സ്ട്രെങ്ത് ഓഫ് ദി
മസിലിൻ്റെ സ്ട്രെങ്ത്തും പിന്നെ സ്ട്രക്ചറും ഒക്കെ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇയാൾ ഏജിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഡയബറ്റിക്സ് ഉണ്ട് ഇയാൾക്ക്, അപ്പോൾ അതിനെക്കൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് സമാധാനിച്ച് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ഈ സങ്കടം ആരോടാ പറയേണ്ടതെന്ന് അറിയില്ല. വൈഫിനോട് പറഞ്ഞാൽ കേൾക്കുകയൊക്കെ ചെയ്യും, വൈഫിന് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ അവൾക്ക് അതിന് മാത്രമുള്ള ഒരു സമയമൊന്നുമില്ല. കുട്ടീനെ മാനേജ് ചെയ്യലും ജോലി എല്ലാം കൂടി ആകെ ഫെഡപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൗൺസിലിങ്ങിന് ഓൺലൈനായിട്ട് കൗൺസിലിംഗ് എടുത്തത്. പിന്നെ ഡയറക്റ്റ് കൗൺസിലിങ്ങിന് ഇവിടെയൊക്കെ ഭയങ്കര പൈസയാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് മലയാളം സ്പീക്കിംഗ് ആയ കൗൺസിലറെ കിട്ടൂല്ല. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഏതെങ്കിലും മലയാളം അറിയുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടോ എന്ന് തിരഞ്ഞപ്പോഴാണ് മാഡത്തിൻ്റെ പേര് കിട്ടിയതും ഇങ്ങനെ ഓൺലൈനായി കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതും അങ്ങനെയാണ് ഞാൻ ബുക്ക് ചെയ്തതും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. 2 വർഷത്തോളമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കൗൺസിലിങ്ങിനെ പറ്റി എന്താണ് ഇപ്പം ആലോചിക്കാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഒരു 3 മാസമായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്, അത് മാഡത്തിനോട് പറയാൻ എനിക്ക് നല്ല ചമ്മലുണ്ട്, ഒരു കാര്യം ഉണ്ടായി എൻ്റെ ലൈഫിൽ, അതിനുശേഷം എനിക്ക് ഭയങ്കര കുറ്റബോധവും ടെൻഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓൺലൈൻ കൗൺസിലിങ്ങിൽ കംപ്ലീറ്റ്ലി കോൺഫിഡൻഷ്യലാണ്, ഇതൊക്കെ സീക്രറ്റ്സ് ആയിരിക്കും, ആരും അറിയാൻ പോകുന്നില്ല, എല്ലാം സീക്രറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യും, ഒന്നും ഭയക്കണ്ട, പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച്. ഇതേപോലത്തെ ഒരുപാട് പേർക്ക് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ഒരാളോട് തുറന്ന് പറഞ്ഞാലല്ലേ നമ്മുടെ മനസ്സിലുള്ള ഇതൊക്കെ കുറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഇയാൾ തുറന്ന് പറയാൻ തുടങ്ങി. ഇയാൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആളല്ല, ഇയാൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ കല്യാണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ എന്തോ കാരണങ്ങൾ കൊണ്ട് ആ കല്യാണമൊന്നും നടന്നില്ല. പക്ഷെ അതിനുശേഷം അവർ വേറെ കല്യാണമൊക്കെ കഴിച്ചു പോയി. പക്ഷേ ഇവർ നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം മൊബൈലിൽ വിളിച്ച സമയത്ത് ഈ കുട്ടീൻ്റെ അടുത്ത്, ഈ ലേഡീൻ്റെ അടുത്ത് ഇയാൾ ഈ കാര്യങ്ങൾ പറഞ്ഞു, അതായത് സെക്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ കല്യാണത്തിന് മുമ്പ് സെക്സ് ചെയ്തിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പ് കാമുകന്മാരായിരുന്ന സമയത്ത് ഇവർ സെക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ അവളാണ് എന്നോട് പറഞ്ഞത്, ഒരു കൗൺസിലിങ്ങിന് എന്തായാലും പെട്ടെന്ന് തന്നെ നീ പോകണം എന്നൊക്കെ പറഞ്ഞു തന്നത് അവളാണ് എന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ഈ പ്രശ്നം ഉണ്ടോയെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തമാശക്ക് പറഞ്ഞിരുന്നു എന്ന്. അങ്ങനെ നാട്ടിൽ വന്നിരുന്നു. കഴിഞ്ഞൊരു 3 മാസം മുമ്പ് ഇയാൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തമാശയാക്കിയിട്ടാണ് എടുത്തത്, അവളെ കാണണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ എന്തോ കണ്ടപ്പം ഈ ഒരു കുറേ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ സെക്സ് ചെയ്തു പോയി അറിയാതെ. അപ്പം അയാൾ ഭയങ്കര കുറേ സമയം എടുത്ത് ഇങ്ങനെ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ, തെറ്റ് തന്നെയാണ് എന്നാലും തെറ്റ് ചെയ്ത പോലെ എന്നോടിങ്ങനെ മടിയോട് കൂടിയിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഞങ്ങൾ സെക്സ് ഉണ്ടായിപ്പോയി ഞങ്ങൾ തമ്മിൽ. അപ്പം ഞാനിങ്ങനെ കേട്ടതിന് ശേഷം ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ആ ലേഡിയുടെ കൂടെ സെക്സ് ചെയ്തപ്പം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മാഡം പറഞ്ഞാൽ വിശ്വസിക്കൂല, എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഈ ബലക്കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല, ശരിക്കും എൻജോയ് ചെയ്തിരുന്നു, അന്നേരം ശരിക്കും എനിക്ക് ഇറക്റ്റായിരുന്നു, എനിക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ആലോചിച്ചു, മറ്റേ ഫിസിക്കൽ മെഡിസിൻ്റെ ഡോക്ടറെ അടുത്ത് ഞാൻ പോയപ്പോൾ അയാൾ പറഞ്ഞിരുന്നു, ഇത് ഹോർമോണിൻ്റെയോ ഫിസിക്കൽ സ്ട്രക്ചറിൻ്റെയോ പ്രശ്നമൊന്നുമല്ല, എന്തെങ്കിലും സ്ട്രെസ്സിൻ്റെ കാരണം കൊണ്ടുള്ള പ്രശ്നമാണെന്ന് അയാൾ പറഞ്ഞിരുന്നു. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാഡം? മുമ്പ് കാണിച്ച ഡോക്ടർമാരൊക്കെയും തന്നെ ഒരു കുഴപ്പമില്ല, ഹോർമോണിനും സ്ട്രക്ചറിനും ഒരു കുഴപ്പമില്ല, ഇത് സ്ട്രെസ്സിനെ കൊണ്ടാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അന്നൊക്കെ അവരോട് പറഞ്ഞത്, എനിക്കൊരു സ്ട്രെസ്സും ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ ലൈഫ് ഓക്കെ ആണ് എന്നാണ് ഞാൻ അവരോടൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടായതിന് ശേഷം അത് പിന്നെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും, ഇനി ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ച് നിന്ന ഞാൻ ഇങ്ങനെ ഈ ലേഡിയായിട്ട് വീണ്ടും സെക്സ് ചെയ്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് നല്ല കുറ്റബോധം ഉണ്ടായി. ഞാൻ വൈഫിനോട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കുറ്റബോധം, നല്ല ഗിൽട്ടി ഫീലിംഗ് എനിക്കുണ്ടായി. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ സത്യം പറയാലോ മാഡം, ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം, എനിക്ക് നല്ല സന്തോഷവും ഉണ്ടായി ഉള്ളിൽ. എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു അസുഖമില്ല, എനിക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന അസുഖമില്ല. അപ്പം ഇയാൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു. പക്ഷേ ഇയാളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും കുറേ ക്വസ്റ്റ്യൻ മാർക്കുകളാണ്, ചിന്തകളാണ്. അപ്പോൾ ഇയാൾ എന്നോട് ചോദിക്കുകയാണ്, മാഡം എനിക്ക് കുറേ ചോദ്യങ്ങളുണ്ട് എൻ്റെ ഉള്ളിൽ, ഇതിനൊക്കെ ഉള്ള ഉത്തരം മാഡം എനിക്ക് തരണം. എന്താണ് പിന്നെ ഇത് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ വൈഫിൻ്റെ കൂടെ സെക്സ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, എന്താണ് എനിക്ക് അന്നേരം ബലക്കുറവുണ്ടാവാൻ കാരണം, ഇത് ശരിയാക്കുക എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി,
ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞ അസുഖം, അതായത് സെക്സ് ചെയ്യുന്ന സമയത്ത് പെനിസ്, നമ്മളുടെ ആണുങ്ങളുടെ ലിംഗം ബലമില്ലാതെ തളർന്നു കിടക്കുന്ന അവസ്ഥ, ഉള്ളിലേക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥ, ഉള്ളിലേക്ക് നല്ല ബലത്തിൽ സ്ട്രെങ്ത്തിൽ ഇറക്റ്റായി നിന്നാൽ മാത്രമേ വെജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അതിനെയാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ അവസ്ഥ 2-3 കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന്, എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നം കൊണ്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചറുകൾ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും മസിലിൻ്റെ എന്തെങ്കിലും സ്പാസം, അതിനെ കൊണ്ടുവരാം. മൂന്നാമത്തെ കാരണം എന്തെങ്കിലും സ്ട്രെസ്സ് കൊണ്ടുവരാം, ഇൻറ്റേർണൽ സ്ട്രെസ്സ്, മനസ്സിൻ്റെ ഉള്ളിലെ എന്തെങ്കിലും സ്ട്രെസ്സുകൾ കൊണ്ടുവരാം. അപ്പോൾ ഇതിന് മരുന്നല്ല വേണ്ടത്. ഇതിന് സൈക്കോളജിസ്റ്റിൻ്റെ സെക്സ് തെറാപ്പി എന്ന് പറയുന്ന സൈക്കോ തെറാപ്പിയും കൗൺസിലിങ്ങുമാണ് ഇതിന് വേണ്ടത്. മരുന്ന് കഴിച്ചല്ല എല്ലാ സെക്ഷൽ പ്രോബ്ലംസും മാറ്റേണ്ടത്. ചില സെക്ഷൽ പ്രോബ്ലംസ് സൈക്കോ തെറാപ്പിയും കൗൺസിലിങ്ങും ചെയ്താണ് മാറ്റേണ്ടത്. ഇയാൾക്ക് ഈ കാര്യത്തിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ഓരോ സെഷനും, അതായത് ഓരോ ആഴ്ചയിലും ഓരോ സെഷൻ എടുത്ത്, അങ്ങനെ മൊത്തം 11 സെഷൻ എടുത്തിട്ടാണ് ഇയാളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതും മൈൻഡ് ഓക്കെ ആവാൻ വേണ്ടി കുറേ ടെക്നിക്സ് ചെയ്യിപ്പിച്ചു. ആദ്യം തന്നെ ഇയാളുടെ ആങ്സൈറ്റിയും ഡിപ്രഷനും കുറയാൻ വേണ്ടിയിട്ടാണ് കുറേ ടെക്നിക്സ് ചെയ്തത്. അതിനുശേഷം ഞാൻ അയാളുടെ ഭാര്യനെ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. ഭാര്യൻ്റെ അടുത്ത് ഇയാൾ സംസാരിച്ചു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഭാര്യ ഓക്കെ ആയി. ഭാര്യ ബിസി സ്കെഡ്യൂൾ ആണെങ്കിൽ കൂടി ആ ലേഡി റെഡി ആയി കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോണിൽ കൂടെ ആയിരുന്നു കൗൺസിലിംഗ്, ഓൺലൈനിൽ കൂടെ. എനിക്ക് അവരെ കാണാൻ പറ്റില്ലായിരുന്നു, ഓഡിയോ സെഷൻ ആയിരുന്നു, കണ്ടുകൊണ്ടുള്ള സെഷനല്ല, എനിക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ അവരോട്. അങ്ങനെ ഭാര്യനെ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ കുറേ സെഷൻസ് ചെയ്തു. ടോട്ടലായിട്ട് മൊത്തത്തിലൊരു 6 മാസത്തോളം ഞാൻ അവരുമായി ചർച്ച ചെയ്ത് ഓരോ തെറാപ്പി ടെക്നിക്സ് ഒക്കെ ചെയ്ത് സംസാരിച്ച് ഓരോ പ്രശ്നങ്ങളൊക്കെ മാറ്റി ഇവർ തമ്മിൽ അടുക്കാനുള്ളയും ഇവർ തമ്മിൽ ഗ്യാപ്പ് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അതായത് ഒരു കപ്പിൾ ലൈഫിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായ ഷെയറിങ്, ഓപ്പൺനെസ്, ഇൻറ്റിമസി, കമ്മിറ്റ്മെൻറ്റ്, ലവ് എന്ന് പറയുന്ന ഈ സാധനങ്ങൾ സെക്ഷൽ ലൈഫിനെ വീണ്ടും പഴയതിനേക്കാളും നല്ല രീതിയിൽ ഉഷാറാക്കി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റി. അങ്ങനെ അവരുടെ പ്രശ്നം എനിക്ക് ഒരു വിധത്തിൽ സോൾവ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ നാട്ടിലേക്ക് 2 പേരും കൂടി ഒരുമിച്ച് വരണമെന്ന് ഞാൻ പറഞ്ഞു അവരോട്. ഇത്രയും കാലങ്ങളായി 8 വർഷമായിട്ട് അവർ ഒരാളവിടെ നിൽക്കും, ഒരാൾ വരും, അങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്തത്. ഇവരുടെ മാനേജ്മെൻറ്റിൽ ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചാൽ നല്ല രീതിക്ക് 2 പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഫ്രൂട്ട്ഫുള്ളായി മാനേജ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിനായി കുറേ പ്ലാനിങ്സ് ഒക്കെ എഴുതി, കുറേ ചാർട്ടുകളൊക്കെ എഴുതി വീട്ടിൽ ഒട്ടിച്ച് പ്ലാൻ പറഞ്ഞ പോലെ തന്നെ അവർ 2 പേരും ഒരേപോലെ തന്നെ അതിന് ഒരുപാട് എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് ഇവരുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായത്. 2 പേരും കൂടി എൻ്റെ അടുത്ത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്ന സമയത്ത് 2 പേരും കുട്ടിയും കൂട്ടി എന്നെ കാണാൻ വന്നു, കുറേ സന്തോഷമൊക്കെ പങ്കുവെച്ചു. ഫോണിൽ കൂടെ മാത്രം പരിചയമുള്ള എനിക്ക് അവരെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും എന്തോ ഒരു സന്തോഷം ഉണ്ടായി. നമുക്ക് ഈ ഓൺലൈൻ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് ഇതൊരു പുതിയ കാര്യമാണ്. പുറം രാജ്യത്തൊക്കെ ഇത് വളരെ ഡെവലപ്ഡ് ആയിട്ടുണ്ടെങ്കിലും ഓഡിയോ സെഷൻസിലൂടെ കൗൺസിലിംഗ് ചെയ്യാറുമ്പോൾ നേരിട്ടാണെങ്കിൽ ഇത്രയും സെഷൻസ് ഒന്നും എടുക്കില്ല. ഇതിപ്പോൾ 24 സെഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നേരിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയും സെഷൻസ് എടുക്കില്ല. ഇത് ഓഡിയോ കോൾ ആയതുകൊണ്ടാണ് ഇത്രയും സമയം കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് എടുത്തത്. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും മെഡിസിനോ അല്ലെങ്കിൽ ഫിസിക്കൽ മെഡിസിൻ, ഫിസിയോതെറാപ്പി, സ്ട്രക്ചറിൻ്റെ പ്രശ്നം കൊണ്ട്, ഹോർമോണൽ പ്രശ്നം കൊണ്ട്, ഡയബറ്റിക്സ്, ഏജ് റിലേറ്റഡ് ആയത് മാത്രമല്ല മനസ്സിൻ്റെ കാര്യം കൊണ്ടും സെക്ഷൽ പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ അടുത്തേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇനി ദൂരെയാണ് നിങ്ങളുള്ളതെങ്കിൽ ഇതേപോലത്തെ ഓൺലൈൻ കൗൺസിലിങ്ങും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വേറൊരു ദിവസം പുതിയ വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.